അല്ലല്ലേ ഇത് ഏലൊന്നല്ലപ്പാ, അതൊരു ചെടി മാത്രമാണ്. ഏലല്ല. നമ്മ ഇന്നത്തെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. എവിടത്തേക്കാണ് നമ്മ ഇന്ന് പോകുന്നത്? ഇത് നമ്മുടെ ഒരു അമ്പലത്തിലേക്ക്. പേര് പറഞ്ഞു. ഞാൻ രവീൻ. ഇത് അനക. ഇടക്കിടക്ക് എനിക്ക് ഇവളെ പേര് തെറ്റുന്ന ഇവള് പറയുന്നത്. നമ്മളെ പൈത്രാട്ടൻ്റെ എന്നാ പറയല്. അടുത്തേക്ക് പോകുന്നത് ഭൂതനാഥ് എന്ന് പറയുന്ന ഒരു അമ്പലത്തില്. ഭൂതനാഥ് ടെമ്പിൾ, ഗോവ. ഒരു ഹിൽ ടോപ്പിലാണ് അമ്പലം. ഓ, ഹിൽ ടോപ്പിൽ. അടുത്തേക്ക് നമ്മ ഡയറക്റ്റ് പോവുകയാണ്. ഡയറക്റ്റ് 10 ഹെയർ പിൻ വളവുള്ള ഒരു അമ്പലം. നല്ല വലിയ കുന്നാണ്. വലിയ കുന്നാണ് അല്ലേ? നോക്കാം, നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട്. നല്ല രസം ഉണ്ടാവും അല്ലേ അവിടെ പോയി കഴിഞ്ഞാല്. പ്രകൃതി. ഞാനല്ല രാവിലെ നമ്മളെ സിന്ധു ചേച്ചീനെ ബാങ്കിൽ കൊണ്ടാക്കാൻ പോകുന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാനപ്പോ വിചാരിച്ചു എന്നാ പിന്നെ ആയിക്കോട്ടെ, വെറുതെ ഒന്ന് ഇറങ്ങിയതാണ്. ഞാനിത് പ്രതീക്ഷിച്ചില്ല അമ്മ ഇങ്ങനെ ഒരു യാത്രക്കാ പോകുന്നത്. പ്രതീക്ഷിക്കാതെ നമ്മ യാത്ര ചെയ്യുന്ന പ്ലാനിങ്, നോ പ്ലാനിങ് ജേണി. അതാണ് നമുക്കൊരു ത്രില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ് അല്ലേ? ഓക്കെ. എന്താ ഗോവയുടെ വിശാലമായ കാഴ്ചയിലേക്ക് നമ്മ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ശരിക്കൊരു വില്ലേജ് ആണ്. കേപ്പ എന്ന് പറയും. കേപ്പ. അത് ശരി. കേപ്പ എന്നാണ് ഈ വില്ലേജിന്റെ പേര് അല്ലേ? ഇവിടെയാണ് സിന്ധു വർക്ക് ചെയ്യുന്നത്. കേപ്പ. നല്ല ഗ്രാമം തന്നെ അല്ലേ ഇത് മൊത്തം? കേരളം പോലത്തെ സ്ഥലം. ഇത് ഗോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം തന്നെ ഏകദേശം അല്ലേ? എല്ലാം വീടാ അങ്ങ് ആ സൈഡ് കാണുന്ന വീടുകൾ. ഓ, അത് ഏതോ മന്ദിരാന്ന് തോന്നല്ല, അമ്പലം. ഗോവയുടെ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട് പോലെ തന്നെ ഏകദേശം ചെറുപുഴയെല്ലാം പോയ പോലെ ഉണ്ടല്ലേ? ആ കുന്നും മലയും ഇതെല്ലാം ആയിട്ട്. ഇവിടെ എന്തോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന തോന്നല്ല. നമ്മ ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണോ? മന്ദിറിന്റെ ഉള്ളിലേക്ക്? ആ ഗേറ്റ് ആണല്ലേ? ഓക്കെ. ആ കുന്നിന്റെ മുകളിലല്ലേ അമ്പലം? ആ ടവർ കാണുന്ന ആ സ്ഥലത്തേക്കാണ് നമ്മ പോകേണ്ടത്. ഓ, ഇവിടെ എന്തോ മീറ്റിംഗ് എന്തോ നടക്കുന്നു, ക്യാമ്പ് എന്തോ നടക്കുന്നു. ഇവരേതോ കോളേജിന്റെ ആൾക്കാർ വന്നത് അങ്ങനെ എന്തോ. പ്രകൃതി പഠനം എന്നാണ് എന്ത് മന്ദിറാണ്? ഭൂതനാഥ ടെമ്പിൾ. ഇതിപ്പം നമ്മ ഇതിന്റെ മുകളിലേക്ക് എത്ര സമയം എടുക്കും? ഏകദേശം ഒരു 10-20 മിനിറ്റ് എടുക്കും. 20 മിനിറ്റ് എടുക്കും. മുകളിലേക്ക് അത്രയും കയറ്റം ഉണ്ടല്ലേ? വയനാട് ചുരം പോലത്തെ ഒരു ചുരം. ഓ, വയനാട് ചുരം പോലത്തെ ചുരാണല്ലേ? ഇതിപ്പം കാശ്മീർ പോകുമ്പോ അതുപോലെ മറ്റേ ശങ്കരാചാര്യ ടെമ്പിൾ ഇല്ലേ, ആടെ കയറി പോകുന്നത് ഏകദേശം ഇതുപോലെ ഒരു കുന്നിന്റെ മേലേക്കാണ് കയറി പോകുന്നത്. അതേപോലത്തെ ഒരു എഫക്റ്റ് ഉണ്ട് കേട്ടാ ഇത്. കാശ്മീർ ശ്രീനഗറില് ശങ്കരാചാര്യ ടെമ്പിൾ ഉണ്ട്. അതിങ്ങനെ ഒരു കുന്നിന്റെ മേലോട്ട് കയറി പോയിട്ട് അതിന്റെ ഏറ്റവും ടോപ്പിൽ സ്റ്റെപ്പെല്ലാം കയറണം. ഇവിടെ സ്റ്റെപ്പ് കയറാൻ വണ്ടി നിർത്തിയിട്ട് അതേപോലെ തന്നെ ഇത് സ്ഥലം അതേപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഒരു ഇനിയിപ്പം ചുരം സ്റ്റാർട്ട് ചെയ്തു അല്ലേ? പുലി ഉണ്ടാവും. ഓ ശരി, പുലിയെല്ലാം ഉണ്ടാവും. പുലി ഭാഗ്യം നമുക്ക് കാണാൻ പറ്റും. എന്തേ പുലീനെ കാണുന്നത് എനിക്ക് ഇഷ്ടല്ല. ഗ്ലാസ് ഒന്നും പൊട്ടിക്കൂല. അപ്പൊ പുലി നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു അവസരല്ലേ അല്ലേ? അങ്ങനത്തെ ഹെയർ പിന്നായിട്ടില്ല, പിന്നൊന്നുമില്ല അല്ലേ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ആണ് അല്ലേ? വെസ്റ്റേൺ ഘാട്ടിന്റെ ഭാഗമായിട്ടില്ലേ? എന്നാണ് റാണിപുരം പോലത്തെ വേറൊരു സ്ഥലം, അതിന്റെ ഒരു ഭാഗം അല്ലേ? ഇതിപ്പം ഗോവയിലാന്ന് വരുന്നതേ ഇല്ലു അല്ലേ?
എല്ലാം ഇവിടുന്ന് ആ കുന്നിന്റെ മേലെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ ഇറങ്ങാല്ലേ. വീരപ്പനെല്ലാം സഞ്ചരിച്ച പോലെ അങ്ങ് സഞ്ചരിക്കണം. എവിടെയാണ് കൊങ്കോലി? അതെവിടെ വരുന്നത്? ശ്രീകൃഷ്ണ മന്ദിർ. ഹിൽ ടോപ്പാന്നല്ലേ? നമ്മ എന്നാണ് പത്രപ്പ എന്നാണ് സ്ഥലത്തിന്റെ പേര്? പത്രപ്പ. ആടെ പത്രപ്പ. പത്രപ്പ പിന്നെന്ന് പത്രപ്പ. ആടെ ഇന്നലെ ഞാൻ ബസ്സിൽ ബോർഡെല്ലാം കണ്ടില്ല. അന്നേരം അത് ഓർമ്മ വന്നു. അന്ന് നമ്മ പോയത് പണ്ട് നമ്മ ഏത് സംഭവത്തിനാ പോയത്? അവിടെ ഉത്സവം ഉണ്ടായിരുന്നു, മേള ഉണ്ടായിരുന്ന സമയത്ത് പോയിരുന്നല്ല. അവിടെ ഒരു വലിയ മേളയാണല്ലേ അത്? ഈ മാസം തന്നെയാണ്. ഓ ഈ മാസം അല്ലേ? ഈ മാസം ഏകദേശം 26-ാം തീയതി എല്ലാം ആവും അത് തുടങ്ങാൻ. അതിന് മുന്നേ തുടങ്ങും. വെയില് എത്തുന്നത്ര അല്ലേ ഇവിടെയൊന്നും രാവിലെ ആയിട്ട്? ഓ ഇപ്പം നല്ല പിന്ന് വളവ് വന്നു അല്ലേ? വണ്ടി നല്ല പവർഫുൾ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല അല്ലേ നമ്മളെ? ഇവിടെ വേറെ അധികം വണ്ടികളൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? വരില്ലാന്ന് തോന്നുന്നു. നമുക്ക് സുഖമായിട്ട് അങ്ങ് പോവാ. ഓ നല്ലൊരു വ്യൂ പോയിന്റിൽ എത്തിയല്ലേ അമ്മ? ഒന്ന് ഗ്ലാസ് താർത്തിയ. ഓക്കെ. ഈ ഗ്രാമം മൊത്തം കാണുന്നുണ്ടല്ലേ ഇവിടുന്ന്? ആ റിവർ നമ്മ വരുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡാണല്ലേ ഇത്? നമ്മളതിന്റെ വീട്ടിന്റെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്ന സ്ഥലമാണല്ലേ? നല്ല കോൺക്രീറ്റ് ചെയ്തതിന് അതുകൊണ്ടാണല്ലേ? നല്ല ശരിക്കില്ല വാനം തന്നെയല്ലേ ഇത്? അതന്നെ AC എല്ലാം ഓഫ് ചെയ്യാം. ശരിക്കില്ല ഒന്നാം തരം വനം തന്നെയല്ലേ ഇതിന്റെ ഉള്ളിലേക്ക്? പൂച്ചനെ മിസ് ചെയ്യുന്നുണ്ടല്ലോ. ഓ അത് ശരി. കുറച്ച് ബാക്കോട്ട് എടുത്ത് ഏശം. ഓ ഗ്രാമമല്ല ഇവിടുത്തെ? ഇതേതാ സ്ഥലം വരുന്ന ആ താഴെ ഭാഗം? എത്തിയല്ലേ? അങ്ങോട്ട് ആ സ്റ്റെപ്പ് വഴിയും കയറാം, വണ്ടി എടുത്തിട്ടും പോവാല്ലേ? നല്ല കയറ്റം ഉണ്ടല്ലേ? നമ്മ ഏകദേശം ആ സ്ഥലത്ത് ഡെസ്റ്റിനേഷനിലെത്തി. ഏകദേശം അമ്പലത്തിന്റെ അടുത്തെത്തി. അധികം തിരക്കൊന്നുമില്ല അല്ലേ? വലിയ കുന്നിന്റെ മുകളിലായതുകൊണ്ട് ആ സൈഡിൽ വെച്ചോ, അതാ നല്ലത്. വിറകുണ്ട്, വിറക് പാർക്ക് ചെയ്ത്. ഗ്രാമവിശുദ്ധി. ഈ അമ്പലത്തിലേക്കാണ് നമ്മ വന്നിട്ട്. അമ്പലത്തിന്റെ പേര് എന്നാന്ന് പറഞ്ഞ? ഭൂതനാഥ ടെമ്പിൾ. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് കയറി പോവാ. ഇവള് വീഡിയോ എടുക്കും. ഇനി നല്ല വീഡിയോ ആയിരിക്കണം. അത് കാട്ടുകോഴിയൊന്നുമല്ല, ഇപ്പൊ നാടൻ കോഴി. ഇവിടെ നേർച്ച കൊടുത്തായിരിക്കും. അത് ശരി. ഇത്രയും സ്റ്റെപ്പ് കയറി വന്നിട്ടാന്നല്ലേ നമ്മ മുകളിലോട്ട് കയറുന്നത് അമ്പലത്തിലേക്ക്? വലിയ മതിലെല്ലാം ഉണ്ടല്ലേ ഇനി? എത്ര സ്റ്റെപ്സ് ഉണ്ടാവും ഏകദേശം?
ഇതേപോലെ തന്നെ കേട്ടാ, മറ്റേ ശങ്കരാചാര്യ ടെമ്പിളിലെ കാശ്മീർ ശ്രീനഗറിൽ അതേ മോഡലാണിത്. കുന്നിൻ്റെ മുകളിൽ നടന്നു വന്നു. നമ്മ ആ താഴെന്ന് കാണുന്ന ടവറാണ് കേട്ടോ, അത് ഗ്രാമം കാണുന്നില്ലേ, ഗ്രാമം ആടുന്ന് കാണുന്ന ആ ടവർ. ഓ അതന്നെ, ആ താഴെന്ന് നമ്മ കാണുന്ന ടവർ അത് കാണുന്നില്ല. അടുത്തത്തെ ഗ്രാമം ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്ത്. ഗ്രാമമല്ല, അത് പട്ടണം തന്നെയല്ലേ, മഡ്ഗാവ് അങ്ങോട്ടായിരിക്കൂലേ അത്. ഇതിൽ അത്ര വൃത്തിയിലൊന്നും കാണൂല, അത്രയെല്ലാം മതി ഇപ്പ. വേണ്ട നല്ല രസമുണ്ട്. ഓ സിഗ്നലും ഉണ്ട് അവർക്ക്. ഇത് സിംഹാലം കുറഞ്ഞല്ലേ? അതൊന്നല്ലപ്പ, ഇത് സാധാരണ സാധാരണ കുറഞ്ഞെന്നുള്ളത്. അതല്ല ഇത്രയേരം പിടിച്ചത് ക്യാമറ ഓൺ ആയിട്ടുണ്ടായിട്ട. തൊലി കുറച്ചടുത്തോ ഇതിനടുത്തോ നല്ല രസമുണ്ടാണ്. നമ്മളെ പൂച്ചേരെ വല്ല് പോലെ തന്നെ അതിന്റെ വല്ലുകള്. വലുതിങ് വരുന്നില്ലടാ, നല്ല ഇരുത്ത നല്ല രസമുണ്ടാണ്. കൂക്കണ്ട, നിങ്ങളെല്ലാരും ഇതിന്റെ ഇരുത്തം നോക്കി നല്ല നമ്മ മനുഷ്യന്മാർ ഇരിക്കുന്ന പോലെ തന്നെ. അത് നോക്കുന്ന ആ മങ്കി നോക്കുന്ന പേടിയില്ലാട്ടാ തീരെ. അതേപോലെ ഇരിക്കുന്നില്ല മറികൊണ്ട്. മാമനും മൈനെ കൊണ്ടുതന്നെയല്ലേ എന്താ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുന്ന ഇങ്ങനെ ഒരു രസല്ലേ, നമ്മ ഓർമ്മ പുതുക്കണ്ടേ, നമ്മളെ പൂർവികന്മാരല്ലേ ഇവരെല്ലാം. അത് ശരി, എന്തെങ്കിലും തിന്നാനൊന്നും കൊടുക്കാറ. ഇതേത് സിംഹാലം കുരങ്ങല്ലേ ഇത്? ഇത് ഏത് കുരങ്ങാന്ന്? അതെ, ഏകദേശം അതാണ് തോന്നുന്നത്. വലിയ വാലെല്ലാം കാണുന്നുണ്ട്. അടുത്തുനിന്ന് എടുക്കാറാ നമ്മള് രണ്ടാള്. ഇതിന്റെ അടുത്തിരിക്കാം, ഈ ചങ്ങായിയുടെ അടുത്തിരിക്കാം. അതിന് ദേഷ്യം വരുന്നുണ്ട്. അത് മാന്തുന്നടയിപ്പാ. കുരങ്ങ് മാന്റെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ആയില്ലേ? ഒരു മിനിറ്റ് വേണം, ഒരു മിനിറ്റ് വേണം വീഡിയോ. മതിപ്പാ. ഓ ഒരു സൗഹൃദം പങ്കിടുന്നുണ്ട്. നോക്കി ചിരിക്കും. നോക്കി ഇതില്ലേ, ഇതിന്റെ കരിങ്കല്ലിലാണ് ഈ അമ്പലം. ഓ അത് ശരി. കരിങ്കല്ലുണ്ടാക്കിയ അമ്പലം ചില സ്പെഷ്യൽ. ആ ഉണ്ട്.
ഈ അമ്പലമില്ലേ കരിങ്കല്ല് കൊത്തി ഉണ്ടാക്കിയ അത് ശരി. പള്ളിയിലൊക്കെ തിന്നിൻ്റെ ഞാൻ പണ്ട് ഇതിന്റെ മേലെ കയറി കളിക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് വരുമ്പോ കൊണ്ടുവരട്ടെ എന്തെങ്കിലും. आणि हाफ डझन ആ ആ ഇത് കൊള്ളാം കേട്ടാ. പണ്ട് അനീന്റെ മേലെ ഇപ്പം കേറുന്ന ഒന്ന് നോക്കുന്ന അതാ ഹോൾ ടൈപ്പില്ല ആ ആ അവിടെ കേറിയിട്ട് ഫോട്ടോ ഇപ്പം കേറുന്നില്ല. ടോപ്പിലാ എനിക്ക് ഭയങ്കര ഓർമ്മ ശക്തിയുള്ള ഈ പന ഇതെല്ലാം അപൂർവ സാധനം. ഇതെല്ലാം നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. പേടിയില്ലേ? ഇഷ്ടം പോലെ. ഏടാ ഇന്ന് ഓ നല്ല ആഴമുണ്ടല്ലേ. ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ പന. നിങ്ങൾ കാണാനിട്ടല്ലേ. ഇനിയെല്ലാം അങ്ങ് ആ സൈഡിൽ വരില്ലേ ഇൻഡസ്ട്രിയൽ ഏരിയയില ഇല്ല അല്ലേ, കാണൂല. ഇത് കൊള്ളാം. ഈ ടവറാണല്ലേ നമ്മ അവിടെ നിന്ന് കാണുന്നത്. അതന്നെ ഭൂതനാഥ ടെമ്പിളിലാണ് നമ്മ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഭയങ്കര വിശാലമായ ഒരു പാറപ്പുറത്താണ് ഈ ടെമ്പിൾ. വലിയ കുന്നിൻ്റെ മുകളിൽ സഹ്യപർവ്വതത്തിൻ്റെ തന്നെ അല്ലേ ഇത് ഭാഗം. മുകളിൽ ഇങ്ങനെ ഒരു അമ്പലമുണ്ട്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോവയുടെ ഒട്ടുമുക്ക എല്ലാ ഭാഗവും കാണും അല്ലേ. ഇവിടെ നല്ല ഹൈറ്റിൽ മതിൽ കെട്ടിയിട്ടുണ്ട്. ഇതാ നോക്കി ആൾക്കാരെല്ലാം വന്ന് വീഴുമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ. ആ ആ ഓ ബസ് പോകുന്നത് വരെ കാണുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. താഴെ ഭാഗം അല്ലേ. ആ റോഡ് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇവിടെ ഈ സ്റ്റെപ്പ് കയറി വന്ന സ്റ്റെപ്പ് അതിൻ്റെ അങ്ങ് താഴെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഏകദേശം ഇത്രയും ദൂരം.
ഭൂതനാഥ ടെമ്പിൾ. കൊള്ളാം, നല്ലൊരു യാത്രാനുഭവമായിരുന്നു ഇതിൻ്റെ മുകളിലേക്ക് കയറി വരുന്നത്. നടന്നിട്ട് വരണം, എന്നാൽ കുറച്ചും കൂടി അനുഭവമായിരിക്കും. മൊത്തം നടന്നു വരണം. വാ, റീലെടുക്കാൻ പറ്റുമോ? നമ്മളെ പണ്ടിട്ട് നോക്കിയെടുക്കണം. താങ്ക് യു. നമ്മ ഭൂതനാഥ ടെമ്പിളിനോട് വിട പറഞ്ഞു പോവുകയെന്നല്ലേ? റിട്ടേൺ ബാക്ക്. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ വലിയ ഹെയർ പിൻ വളവൊന്നുമില്ല. ഒരു വെറുതെ ഒരു രസത്തിന്. അങ്ങോട്ട് ഫോറസ്റ്റ് ആയിരിക്കും അല്ലേ? അങ്ങോട്ട് കയറാൻ പറ്റൂലായിരിക്കും. അലോഡല്ല അല്ലേ? അങ്ങനെ നമ്മൾ ഭൂതനാഥ ടെമ്പിളിന്റെ ഉള്ളിലെല്ലാം പോയി താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നേരെ ഏത് ടൗണിലേക്കാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്? കേപ്പെ ടൗണിലേക്കാണ് പോകുന്നത്. കേപ്പെ ടൗണെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയല്ലേ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഗോവയിലേക്ക് പോവാം. ഒരുപാട് സ്ഥലമുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ അല്ലേ? ഇത് നമ്മ ഗ്രാമം അല്ലേ? ഇത് എവിടെയാണ് വരുന്നത് സ്ഥലം? കേപ്പെ ടൗൺ അല്ലേ? നമ്മ വന്ന് ആ റോഡ് തന്നെ അല്ലേ അത്? അതിലേ വളഞ്ഞിട്ട് ഇങ്ങനെ ഓ അത് ശരി. ഇത് കേപ്പെ ടൗണിലേക്കില്ല റോഡ് അല്ലേ? ഇതിലേ കൂടെ താഴെ ഇറങ്ങി വന്ന് അങ്ങനെ വന്ന് ചുറ്റിയിട്ട് ഇതാ ഈ കേപ്പെ ടൗൺ റോഡിലേക്ക് നമ്മ എത്തും. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ചാടുന്ന് മഡ്ഗാവിലേക്കോ എവിടത്തേക്ക് വേണമെങ്കിലും പോവാം. അങ്ങനെയാണ് ഈ റോഡിൻ്റെ ഇത്. അടിപൊളി കാഴ്ചയാണ് കാണുന്നത്. ഓക്കെ, വെള്ളം വീഴുന്നുണ്ട്. ഇതാ ഇടാ വെള്ളം ഇങ്ങനെ ഉറ്റുറ്റായിട്ട് വീഴുന്നു. വലിയ വെള്ളച്ചാട്ടം ഉണ്ടാവും അല്ലേ? നല്ല മഴയില്ല സമയത്തല്ലാന്നെങ്കിൽ. ഇത് അമ്മ ഇറങ്ങിപ്പോണ്ട എന്നാന്ന് കേപ്പെ ടൗൺ അല്ലേ? താഴെ ഭാഗത്ത് റോഡ് ആ കാണുന്നത് അല്ലേ? ആ വണ്ടി പോകുന്നത്. അവിടെ ഒരു കനാലുണ്ട്. കേപ്പെ ടൗണിൻ്റെ അടുത്തുള്ള കനാല് കാര്യങ്ങളാണ് കാണുന്നത്. കാണുന്നില്ലേ താഴെ റോഡിൻ്റെ സൈഡിലേക്കൂടെ ഒരു കനാല് പോകുന്നത്? ഇത് കേപ്പെ ടൗണിൻ്റെ അതിലേക്ക് പോകുന്ന റോഡ്. കനാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്. ചിക്കൻ കബാബ് ആക്കിണ്ട? എനിക്ക് വേണ്ട ഇപ്പൊ. ആയി അല്ലേ? താഴെ എത്തി. 26 കിലോമീറ്റർ ഓടി നമ്മള്. ഇന്നാ? അത് ശരി, അറിയുന്നേ ഇല്ല കേട്ടാ. മോംസ് കിച്ചൺ വാങ്ങിച്ചോ ബിരിയാണി?
ഓ അതിന്റെ ഗേറ്റ് എത്തിയല്ലേ. നമ്മ ആ മോളിൽ നിന്ന് താഴെത്തി. നമ്മ ആ മുകളിൽ നിന്ന് താഴെ അതിന്റെ ഗേറ്റിലേക്ക് തിരിച്ചെത്തി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ, വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇന്ന് ഓരോരു സ്പോട്ടായിട്ടല്ലേ ഒരു ദിവസം പോകാനാവുമല്ലോ, അല്ലെങ്കിൽ പറക്കെ പോയിട്ട് കാര്യമില്ല അല്ലേ. ഒരു 15 കിലോമീറ്റർ ഇവിടുന്ന് നമ്മള് അമ്പലത്തിലേക്ക് 15 കിലോമീറ്റർ വീട്ടിൽ നിന്ന് എടുത്തേക്ക് 15. ഓ വീട്ടിൽ നിന്ന് എടുത്തേക്ക്. വീടിന് അടുത്തേക്ക് ഒരു 5 കിലോമീറ്റർ അല്ലേ. 30 കിലോമീറ്റർ നമ്മളിപ്പം ട്രാവൽ ചെയ്തു. 30 കിലോമീറ്റർ ട്രാവൽ ചെയ്തു അല്ലേ. മന്ദിറിന്റെ പേര് ഭൂതനാഥ്. ഭൂതനാഥാണ് ശിവന്റെ മന്ദിരം. അല്ല, ഭൂതനാഥ് പറഞ്ഞ ഒരു ദൈവത്തിന്റെ പേര്. ശിവൻ. നമ്മളെ അമ്പലത്തിൽ ഇങ്ങോട്ട് മടുക്കാവ്, ഇങ്ങോട്ട് കേപ്പെ, കൊങ്കോലിൻ കേപ്പെ ബസ് വരുന്നുണ്ട്. നമ്മ മുകളിൽ നിന്ന് കണ്ട ആ റോട്ടിലെത്തി. താറ് വരുന്നു. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്നാ വേണ്ട? ചായ കുടിക്കണം. നോക്കാന്നാല് എന്നാണ്. ശരി. ഇതെല്ലാം വലിയ പാറയുണ്ടല്ലേ, കരിങ്കല്ല്. കാസർഗോഡുകാരന്റെ ഒരു കടയിൽ പോയിട്ട് നമുക്ക് ചായ കുടിക്കാം. ആയിക്കോട്ടെ. കാസർഗോഡുകാരന്റെ കടയിൽ പോവുകയാണ് അല്ലേ. മൂൺലൈറ്റ്. ഇവക്കെന്നോ കാര്യമായിട്ട് അവിടെ നിന്ന് കഴിക്കാനുണ്ട് തോന്നുന്നു. അതാണ് ഇപ്പോൾ മൂൺലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാ കഴിക്കണ്ട്. കേപ്പേ ടൗണിലെത്തി. അങ്ങനെ ആവുന്നു. ഇത് എവിടെയാണ്? കാസർഗോഡ് മൂൺലൈറ്റ് ബേക്കറി ഉണ്ട് എന്ന് പറഞ്ഞാൽ. അത് ശരി. വടാപ്പാവ്. ചന മസാല പാവ്. എന്താ സ്പെഷ്യൽ? അയ്യാ